ഫാക്ട് ടോക്സ് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ബഷീർ ദിനവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ സ്കൂളുകളിൽ നടക്കുന്ന ക്വിസ് മത്സരത്തിൽ ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന വീഡിയോ ആണ്. 15 ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. ചോദ്യങ്ങളിലേക്ക് കടക്കാം. അതിനു മുമ്പ് നമുക്ക് കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റ്യൻ്റെ വിന്നേഴ്സിനെ പ്രഖ്യാപിക്കേണ്ടതുണ്ട്. ബോണസ് ക്വസ്റ്റ്യൻ എന്താണെന്നാൽ നിങ്ങൾ ഓഡിയൻസിന് വേണ്ടി നൽകുന്ന ഒരു ചോദ്യമാണ്. ആ ചോദ്യത്തിൻ്റെ ഉത്തരം ആരൊക്കെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുന്നുവോ അതിൽ കുറച്ച് പേരെ സെലക്ട് ചെയ്ത് നമ്മൾ അടുത്ത വീഡിയോയിൽ വിന്നറായി പ്രഖ്യാപിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റ്യൻ്റെ വിന്നേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കാം. അതിനു മുമ്പ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ ഇതുപോലെയുള്ള യൂസ്ഫുൾ വീഡിയോസ് ലഭിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ചോദ്യം ഇതായിരുന്നു: ബഷീറിന് പത്മശ്രീ അവാർഡ് ലഭിച്ച വർഷം ഏതാണ്? ഇതിന് ശരിയായ ഉത്തരം 1982 ആണ്. നമുക്ക് നോക്കാം ഇനി ആരൊക്കെയാണ് വിന്നേഴ്സ് എന്ന്. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റ്യൻ്റെ വിന്നേഴ്സ് ലാമിയ ഫാത്തിമ, ആയിഷ PK, ഇഷാൻ, ഫൽസല ജാഫർ, ശിവകാർത്തിക, ചേതൻ MS, സുഹ ഫാത്തിമ, ഫാത്തിമ CP, ഫാത്തിമ അഷ്ന M, റസാന, മേഹ ഫാത്തിമ, കാർത്തിക്, മിത്ര, ഹരിദേവ് കൃഷ്ണ CK എന്നിവരാണ് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റ്യൻ്റെ വിന്നേഴ്സ്. അതിൽ തന്നെ ലാമിയ ഫാത്തിമയ്ക്ക് നമ്മുടെ വീഡിയോസ് കണ്ടുകൊണ്ട് വായനാദിന ക്വിസിൽ ഫസ്റ്റ് കിട്ടിയെന്ന് പറയുന്നുണ്ട്. അഭിനന്ദനങ്ങൾ. കൂടാതെ ചേതൻ MSന് എൻവിറോൺമെൻറ്റ് ഡേ ക്വിസിലും വായനാദിന ക്വിസിലും ഫസ്റ്റ് കിട്ടിയെന്ന് പറയുന്നുണ്ട്. രണ്ടുപേർക്കും അഭിനന്ദനങ്ങൾ. ഇതേപോലെ ഈ വീഡിയോയുടെ അവസാനവും നിങ്ങൾക്കായിട്ടൊരു ബോണസ് ക്വസ്റ്റ്യൻ നൽകിയിട്ടുണ്ട്. എല്ലാവരും വീഡിയോ അവസാനം വരെ കണ്ട് ബോണസ് ക്വസ്റ്റ്യൻ്റെ ഉത്തരം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇനി നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം ഇതാണ്: മതിലുകൾ എന്ന സിനിമയിൽ ബഷീർ ആയി അഭിനയിച്ചത് ആരാണ്? വളരെ എളുപ്പമുള്ള ചോദ്യമാണിത്. മതിലുകൾ എന്ന സിനിമയിൽ ബഷീറായി അഭിനയിച്ചിരിക്കുന്നത് മമ്മൂട്ടിയാണ്. ഓരോ ചോദ്യത്തിന് ശേഷവും നിങ്ങൾക്കൊരു 10 സെക്കൻഡ് ടൈമർ തരുന്നതാണ്. അതിനുള്ളിൽ നിങ്ങൾക്ക് ആ ചോദ്യത്തിൻ്റെ ഉത്തരം അറിയാമെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. 1993 ബഷീറിനോടൊപ്പം വള്ളത്തോൾ അവാർഡ് പങ്കിട്ട സാഹിത്യകാരി ആരാണ്? ബാലാമണി അമ്മയാണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം. അതായത് 1993 ബഷീറിനോടൊപ്പം വള്ളത്തോൾ അവാർഡ് പങ്കിട്ട സാഹിത്യകാരി ബാലാമണി അമ്മയാണ്. മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ജയിലിൻ്റെ പശ്ചാത്തലത്തിൽ ബഷീർ എഴുതിയ കൃതി ഏതാണ്? ജയിലിൻ്റെ പശ്ചാത്തലത്തിൽ ബഷീർ എഴുതിയ കൃതിയുടെ പേരാണ് മതിലുകൾ. മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം മതിലുകൾ. നാലാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. 1930 ബഷീർ പങ്കെടുത്ത സ്വാതന്ത്ര്യ സമര പോരാട്ടം ഏതാണ്? ആയിരത്തി 1930 ബഷീർ പങ്കെടുത്ത സ്വാതന്ത്ര്യ സമര പോരാട്ടം ഉപ്പ് സത്യാഗ്രഹമാണ്. നാലാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഉപ്പ് സത്യാഗ്രഹം. അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. സകല ജീവികൾക്കും ഭൂമിയിൽ ഒരേ അവകാശമാണുള്ളത് എന്ന് ഉയർത്തിപ്പിടിക്കുന്ന ബഷീർ കൃതി ഏതാണ്? ഉത്തരം ഭൂമിയുടെ അവകാശികൾ. ഈയൊരു കൃതിയിലെ പ്രധാന സന്ദേശം തന്നെ സകല ജീവികൾക്കും ഭൂമിയിൽ ഒരേ അവകാശമാണ് ഉള്ളത് എന്നാണ്. അപ്പോൾ ഈയൊരു ചോദ്യത്തിൻ്റെ ഉത്തരം ഭൂമിയുടെ അവകാശികൾ. ആറാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം ഇതാണ്: ബേപ്പൂർ സുൽത്താന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗാനം ഏതാണ്? അതായത് വൈക്കം മുഹമ്മദ് ബഷീറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗാനം ഏത്? ബഷീറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗാനം സോജ രാജകുമാരി എന്ന് തുടങ്ങുന്ന ഗാനമാണ്. ഉത്തരം സോജ രാജകുമാരി. ഏഴാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റ്യൻ ഇതായിരുന്നു: ബഷീറിന് പത്മശ്രീ അവാർഡ് ലഭിച്ച വർഷം ഏതാണ്?
ബഷീറിന് പത്മശ്രീ അവാർഡ് ലഭിച്ച വർഷം 1982 ഇത് ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യമായതുകൊണ്ടാണ് വീണ്ടും വീണ്ടും പറയുന്നത്. ബഷീറിന് പത്മശ്രീ അവാർഡ് ലഭിച്ച വർഷം ചോദിക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. ഉത്തരം 1982. എട്ടാമത്തെ ചോദ്യത്തിലേക്കാണ് കടക്കുന്നത്. ബഷീറിൻ്റെ ഒരു പ്രഭാഷണം പിന്നീട് പുസ്തകമായി മാറിയിരുന്നു. ആ കൃതിയുടെ പേരെന്താണ്? ബഷീറിൻ്റെ പ്രഭാഷണവുമായി ബന്ധപ്പെട്ട ഏതൊരു ചോദ്യം വന്നാലും ഉത്തരം ചെവി ഓർക്കുക അന്തിമ കാഹളം എന്നായിരിക്കും. ബഷീറിൻ്റെ പ്രഭാഷണം ഒരു കൃതിയായി മാറിയിരുന്നു. ആ കൃതിയുടെ പേരാണ് ചെവി ഓർക്കുക അന്തിമ കാഹളം. ഒൻപതാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ബഷീർ ദി മാൻ എന്ന ഡോക്യുമെൻ്ററി സംവിധാനം ചെയ്തത് ആരാണ്? ബഷീർ ദ മാൻ എന്ന ഡോക്യുമെൻ്ററി സംവിധാനം ചെയ്തതാര്? ബഷീർ ദ മാൻ എന്ന ഡോക്യുമെൻ്ററി സംവിധാനം ചെയ്തത് M.A. റഹ്മാനാണ്. ഉത്തരം M.A. റഹ്മാൻ. വീഡിയോയിലെ 10ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. അതിനു മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. 10ാമത്തെ ചോദ്യം ഇതാണ്. ജീവിതത്തിൽ നിന്നും പറിച്ചു ചീന്തിയ ഒരു ഏടാണിത്. വാക്കുകളിൽ ചോര പുരണ്ടിരിക്കുന്നു എന്ന് MP പോൾ വിശേഷിപ്പിച്ച ബഷീർ കൃതി ഏതാണ്? ജീവിതത്തിൽ നിന്നും പറിച്ചു ചീന്തിയ ഒരു ഏടാണിത്. വാക്കുകളിൽ ചോര പുരണ്ടിരിക്കുന്നു എന്ന് MP പോൾ വിശേഷിപ്പിച്ചത് ബഷീറിൻ്റെ ബാല്യകാല സഖി എന്ന് പറയുന്ന കൃതിയെയാണ്. ഇതേ ചോദ്യം മറ്റൊരു രീതിയിൽ ചോദിക്കാം. ബാല്യകാല സഖി എന്ന കൃതിയെപ്പറ്റി ഇത്തരത്തിൽ ഒരു വിശേഷണം നടത്തിയത് ആരാണ്? അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഉത്തരം MP പോൾ എന്നായിരിക്കും. ഇങ്ങനെയുള്ള 2 വശങ്ങൾ കൂടി നിങ്ങൾ പഠിക്കേണ്ടതാണ്. 11ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ബഷീർ ഏകാന്ത വീതിയിലെ അവധൂതൻ എന്ന കൃതി രചിച്ചത് ആരാണ്? ബഷീർ ഏകാന്ത വീതിയിലെ അവധൂതൻ എന്ന കൃതി രചിച്ചിരിക്കുന്നത് പ്രൊഫസർ M.K. സാനു ആണ്. ഉത്തരം പ്രൊഫസർ M.K. സാനു. വീഡിയോയിലെ 12ാമത്തെ ചോദ്യത്തിലേക്കാണ് കടക്കുന്നത്. ചോദ്യോത്തര രൂപത്തിലുള്ള ബഷീർ കൃതി ഏതാണ്? ചോദ്യോത്തര രൂപത്തിലുള്ള ബഷീർ കൃതിയുടെ പേരാണ് നേരും നുണയും. വീഡിയോയിലെ 13ാമത്തെ ചോദ്യം. ബഷീർ എഴുത്തും ജീവിതവും എന്ന കൃതി എഴുതിയത് ആരാണ്? ബഷീർ എഴുത്തും ജീവിതവും എന്ന കൃതി എഴുതിയതാര്? ബഷീർ എഴുത്തും ജീവിതവും എന്ന കൃതി എഴുതിയിരിക്കുന്നത് E.M. അഷറഫ് ആണ്. 13ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം E.M. അഷറഫ്. വീഡിയോയിലെ 14ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. സാഹിത്യ ലോകത്ത് ധാരാളം വിമർശനങ്ങൾ ഉണ്ടാക്കിയ ബഷീർ കൃതി ഏതാണ്? ഇതൊക്കെ നമ്മുടെ മുമ്പത്തെ വീഡിയോയിൽ ഉണ്ടായിരുന്ന ചോദ്യങ്ങളാണ്. സാഹിത്യ ലോകത്ത് ധാരാളം വിമർശനങ്ങൾ ഉണ്ടാക്കിയ ബഷീർ കൃതി ശബ്ദങ്ങളാണ്. ഉത്തരം ശബ്ദങ്ങൾ. 15ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിനെ പറ്റി പറയുവാനുണ്ട്. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ക്വിസ് വീഡിയോസിൻ്റെയും PDF നിങ്ങൾക്ക് അതിൽ ലഭിക്കുന്നതാണ്. അതായത് ഈ ചോദ്യവും ഉത്തരങ്ങളും നിങ്ങൾ എഴുതിയെടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്കിതൊക്കെ റിവൈസ് ചെയ്യാൻ പാകത്തിൽ PDF രൂപത്തിൽ ലഭിക്കുന്നതാണ്. അതിനായി നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലെ അവസാനത്തെ ചോദ്യമായ 15ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം ഇതാണ്. തൻ്റെ കുടുംബ വീട്ടിൽ കഴിയുമ്പോൾ ബഷീർ എഴുതിയ കുടുംബകഥ ഏതാണ്? തൻ്റെ കുടുംബ വീട്ടിൽ കഴിയുമ്പോൾ ബഷീർ എഴുതിയ കുടുംബകഥയാണ് പാത്തുമ്മയുടെ ആട്. ഇത് വളരെ എളുപ്പമുള്ള ചോദ്യമാണ്. നമ്മുടെ വീഡിയോസിൽ തന്നെ 2 പ്രാവശ്യം ഈ ചോദ്യത്തെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നിങ്ങളെല്ലാവരും കാത്തിരുന്ന ഈ വീഡിയോയിലെ ബോണസ് ചോദ്യത്തിലേക്ക് കടക്കാം. ബോണസ് ചോദ്യം ഇതാണ്. ബഷീറിന് ലഭിച്ച ഏറ്റവും വലിയ പുരസ്കാരം ഏതാണ്? അപ്പോൾ ഈ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റ്യൻ എല്ലാവർക്കും വ്യക്തമായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഉത്തരം ഇപ്പോൾ തന്നെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഉത്തരത്തിൻ്റെ കൂടെ നിങ്ങളുടെ പേര് കൂടി രേഖപ്പെടുത്താൻ മറക്കരുത്. പേര് നിർബന്ധമായും കമൻറ്റ് ചെയ്യുക.
അപ്പോൾ ബഷീർ ദിനവുമായി ബന്ധപ്പെട്ട ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ബഷീർ ദിനവുമായി ബന്ധപ്പെട്ട് നമ്മൾ അപ്ലോഡ് ചെയ്ത 5ാമത്തെ വീഡിയോ ആണിത്. ഇതിന് മുമ്പത്തെ 4 വീഡിയോസ് കാണാത്തവരാണെങ്കിൽ ആ വീഡിയോസ് കൂടി കാണുക. അതിലും ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് ചോദ്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ അവസാനം വരെ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇതുപോലെയുള്ള വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.